കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമ ഡോക്ടർ സിജയ് റോയിയുടെ മരണം തികച്ചും നെട്ടലിലാണ്. റോയിയെ പറ്റി ഒരു സോമജിയുടെ വാക്കുകൾ ഇപ്രകാരമാണ്. ഡോക്ടർ സിജയ് റോയ് എന്ന് പറയുന്ന വ്യക്തി മരിച്ചിട്ട് ഒരു രീതിയിലുള്ള അനുശോചനം പോലും BJP ആൾക്കാർ ഇട്ടിട്ടില്ല. എന്തെങ്കിലും ദുരൂഹത തോന്നുന്നുണ്ടോ? ഓഫ് കോഴ്സ് ദുരൂഹത ഉണ്ടാവണമല്ലോ. BJP-ക്കാർക്ക് ഉള്ളൊരിതെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും ഒരു ജലദോഷം വന്ന് ഇവർക്ക് നെഞ്ചുവേദന വരും. BJP-ക്കാർ കേരളത്തിന്റെ ഒരു IT ടീമാണ് അവിടെ അന്വേഷണത്തിന് പോയെന്ന് നമുക്ക് വാർത്തകളിലൂടെ മറ്റുള്ള ഇതിൽ അറിയാം. ഇപ്പൊ കേരളത്തിൽ നിന്ന് ഒരു ടീം അവിടെ അന്വേഷണത്തിന് പോകുമ്പോൾ കേന്ദ്രം കൺട്രോൾ ചെയ്യുന്നത് BJP ആണ്. ഈ IT ED ഇതെല്ലാം BJP-യുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ സ്വാഭാവികമായി കേരളത്തിലെ BJP-യുടെ ഉന്നത അധികാരികൾ അറിയാതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ എന്നുള്ളത് ഒരു ചോദ്യം. വൻകിട ബിസിനസ് ഭീമന്മാരെ വിഴുങ്ങാൻ സ്വന്തം രാജ്യത്ത് ഇരുട്ടിന്റെ മറപറ്റി കറുത്ത കരിമ്പടത്തിനുള്ളിൽ കറുത്ത കൈകൾ പട്ടികളെ പോലെ കുരക്കുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമ ഡോക്ടർ സിജോ റോയിയുടെ മരണത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. സ്വന്തം മാതൃരാജ്യത്ത് അധികാരികളുടെ പിടിച്ച പരാക്രമം കാരണം ഒരു പാവം മനുഷ്യൻ മരിച്ചിരിക്കുന്നു. മാധ്യമ ഹിജടകൾ ഈ വാർത്തയെ പറയുന്നത് ആത്മഹത്യ എന്നാണ്. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതിൽ സംശയമുണ്ട്. കാരണം 10,000 കോടി ആസ്തിയുള്ള ഈ മനുഷ്യന് എത്ര നികുതി വേണമെങ്കിലും കെട്ടാൻ ഇദ്ദേഹത്തിന് പറ്റും. അതുമാത്രമല്ല കൈക്കൂലി കൊടുത്ത് ഇതിൽ നിന്ന് ഊരി വരാൻ പറ്റും. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് സാധാരണക്കാരായ ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു മനുഷ്യൻ സ്വയം ആത്മഹത്യ തിരഞ്ഞെടുത്താൽ സ്വന്തം പിസ്റ്റൾ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ആ പിസ്റ്റൾ ഇങ്ങനെയോ പിടിക്കില്ല. മറിച്ച് പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്ന ഏതൊരു മനുഷ്യനും തോക്കെടുത്ത് നിറയൊഴിക്കുന്നത് ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്യുക, അല്ലാതെ ഇങ്ങനെയും ഷൂട്ട് ചെയ്യില്ല. സാധാരണയായി ഇൻകം ടാക്സ് ഒരു ഓഫീസിലേക്ക് റൈഡിന് വരുമ്പോൾ ആ ഓഫീസിലുള്ളവരെ എല്ലാം ഒരു മൂലയിൽ പിടിച്ചിരുത്തിക്കൊണ്ട് അവരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണെല്ലാം വാങ്ങിച്ചുകൊണ്ട് സാധാരണയായി റെയ്ഡ് ചെയ്യുക. ഇവിടെ വ്യത്യസ്തമായ റെയ്ഡാണ് ED നടത്തി എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. കാരണം അദ്ദേഹം ഇവിടെ സ്വന്തം മൊബൈൽ ഉപയോഗിച്ചിരിക്കുന്നു, സ്വന്തം പിസ്റ്റൾ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നു. ഡോക്ടർ സിജോ റോയിയുടെ മരണത്തിന്റെ ദുരൂഹത നീക്കിക്കൊണ്ട് സത്യം പുറത്തു വരണമെന്ന് സിജോ റോയിയെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് അവകാശമുണ്ട്. പത്രമാധ്യമ ഹിജടകളെ, നിങ്ങൾ ഈ ന്യൂസിനെ ഒന്ന് ഫോക്കസ് ചെയ്യൂ. കാരണം ഡോക്ടർ സിജോ റോയ് എന്ന മനുഷ്യൻ അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിനും ഹെവി കോൺഫിഡൻ്റ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥാപനത്തിന് കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന് പേരിട്ടത്. സ്വന്തം സമ്പാദ്യം മുഴുവൻ പോയാലും എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ ഒന്നിൽ നിന്ന് വീണ്ടും തുടങ്ങും എന്ന് പറഞ്ഞ മഹാനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് പണം ഒരു പ്രശ്നമേ അല്ല. അങ്ങനെയുള്ള മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ അഭ്യസ്തവിദ്യരായ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഡോക്ടർ സിജോ റോയ്, താങ്കളുടെ മരണം കേരളത്തെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു. താങ്കൾ ഭരണകൂട വേട്ടയിൽ വെന്തുരുകുമ്പോഴും ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് താങ്കൾ പോകുമെന്ന് താങ്കളെ സ്നേഹിക്കുന്നവർ വിചാരിച്ചു കാണില്ല. മിസ്റ്റർ സിജോ റോയ് സഹോദര, മരണത്തിന് മുമ്പ് താങ്കൾ ഒരുപക്ഷെ അറിഞ്ഞു കാണും, സ്വന്തം രാജ്യത്ത് അധ്വാനിച്ച് സമ്പാദിച്ച പണം സ്വന്തം ജീവൻ തന്നെ എടുക്കുമെന്നുള്ള സത്യം.